ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പം നമ്മുടെ കൂടെയുള്ള ആളെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഷെഫീഖ് പ്രാവച്ചമ്പലം. അപ്പോൾ അദ്ദേഹം ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആ പാട്ട് എഴുതാനുള്ള കാരണം? അത് ആ പാട്ട് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ആ പാട്ട് എഴുതാനുള്ള കാരണമെന്ന് നമുക്ക് ചോദിക്കാം. പറയൂ, എന്താണ് കാരണം? ആ ഒരു പാട്ട് എഴുതാൻ കാരണം എന്ന് പറഞ്ഞാൽ ഷാജിദ ഷെരീഫിന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷെരീഫിന്റെ വീട്ടിൽ പോകാൻ കാരണം റിയാക്ഷൻ വീഡിയോ ഈ ഷെരീഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷാജിദക്കെതിരെ. അപ്പൊ അത് ഒരു വൻ സീനായി. അങ്ങനെ അബുദാബിയിൽ നിന്നും ആള് മണ്ണാർക്കാട് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആണ് ഈ ഒരു സംഭവം അവിടെ നടക്കുന്നത്. അവരുടെ വീട്ടിൽ ഷാജിദ് പോവുകയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അപ്പൊ അതിനെയൊക്കെ കുറിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പാട്ട് എഴുതാൻ കാരണം. ചില ആളുകൾ പറയും ഞാൻ അവരോടുള്ള ഒരു ദേഷ്യത്തിന്റെ പുറത്താണ് അങ്ങനെ എഴുതാൻ. കേട്ടോ, അവരായിട്ട് ഒരു ദേഷ്യം എനിക്കില്ല. ഇപ്പൊ ഷാജിദ ആയിക്കോട്ടെ, ഷെരീഫ് ആയിക്കോട്ടെ, അവരെയൊക്കെ എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ്. പിന്നെ അവിടെ നടന്ന സംഭവങ്ങളൊന്ന് കോർത്തിണക്കി ഒരു പാട്ടായിട്ട് പാടിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പാട്ട് ഒരുപാട് പേര് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ പാട്ടൊന്ന് പാടാവോ? ഞാൻ ആ പാട്ടൊന്ന് പാടിത്തരാം. പാടിക്കോ. അപ്പൊ അബുദാബിയിൽ നിന്നും നാട്ടിൽ ഷെരീഫ് വന്നതറിഞ്ഞില്ലേ ഷാജിദ. പെട്ടെന്ന് മൊബൈലും കുട്ടിയും എടുത്തവൾ മണ്ണാർക്കാടെത്തിയില്ലേ. അവിടുള്ളോരോട് ഷെരീഫിൻ വീട് ചോദിച്ചു ഷാജിദ. അങ്ങനെ ഷെരീഫിൻ വീടിൻ്റെ മുറ്റത്ത് ഷാജിദ എത്തിയില്ലേ. തല്ലാനായെത്തിയില്ലേ. അങ്ങനെ ഷെരീഫിൻ വീട്ടിലെ കോളിൻ ബെല്ല് പലവട്ടമർത്തി വിളിച്ചില്ലേ ഷാജിദ. ബെല്ലൊന്ന് കേട്ടപ്പോൾ ഷെരീഫിൻ ഭാര്യയും വന്നില്ലേ. ചൊല്ലില്ലേ ആരാണെന്നോരില്ലേ ഷെരീഫിൻ്റെ ഭാര്യ. അതു കേട്ട് ഷാജിദ തിരികെ പറഞ്ഞില്ലേ ഷെരീഫുണ്ടോ എന്ന്. പൊന്നു സഹോദരി ഉണ്ടെങ്കിൽ പറഞ്ഞേക്ക് ഷാജിദ വന്നെന്ന്. പൊന്നരെ ഷാജിദ തേടി വന്നെന്ന് ഒന്ന് പറഞ്ഞേക്ക്. നില്ലെത്തായെന്ന് പറഞ്ഞ് ഷെരീഫിൻ്റെ ഭാര്യ പോയില്ലേ. ഉറങ്ങിക്കിടന്ന ഷെരീഫിനെ ഉണർത്തിയിട്ട് ഭാര്യ പറഞ്ഞില്ലേ ഷാജിദ വന്നെന്ന്. നെട്ടി വിറച്ച് ഷെരീഫ് ഉണർന്നില്ലേ. കാലു വിറച്ചില്ലേ. മുണ്ടും ഉടുത്ത് പുറത്തേക്കിറങ്ങിയപ്പോൾ ഷാജിദെ കണ്ടില്ലേ. വിറയ്ക്കാൻ തുടങ്ങിയില്ലേ. ഒടുവിൽ രണ്ടുപേരും ലൈവിൽ വന്നില്ലേ. മാറിത്തിരിഞ്ഞു തെറികൾ വിളിച്ചില്ലേ. തെറി കേട്ട് അയൽക്കാര് ഓടിയെത്തിയില്ലേ. എന്താണ് ഏതാണ് അയൽക്കാര് ചൊല്ലിയില്ലേ. തല്ലാനായൊരുങ്ങിയില്ലേ. മുണ്ടും പൊക്കി ഷെരീഫ് അടിക്കാനായി പോയില്ലേ. ഭാര്യ പീഡിച്ചില്ലേ. വന്ന വഴിക്ക് ജീവനും കൊണ്ട് ഷാജിദ ഓടിയില്ലേ. ഷാജിദ ഓടിയില്ലേ. അപ്പോൾ പാട്ടൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ചുമ്മാ വെറുതെ അല്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. നന്നായിട്ടുണ്ട് കേട്ടോ പാട്ട്. അപ്പോൾ എന്താ, നിങ്ങളെ വീഡിയോ കാണുന്നവർക്ക് ഇക്കടെ പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ചില ആളുകൾ കമന്റ് ഇട്ടിട്ടുണ്ട് വീഡിയോ താഴെ തന്നെ. ഇനി ഷാജിദ എന്നെ തിരക്കി വരുമോന്ന്, എന്നെ തിരക്കുമെന്ന് ഞാൻ സത്യം പറഞ്ഞ ആ സഹോദരി വീട്ടിൽ കയറ്റി ചായയൊക്കെ കൊടുത്ത്
സംഭവത്തെ കുറിച്ച് മാത്രമാണ് നമ്മൾ പാടിയിട്ടുള്ളത്. എല്ലാ കഥയൊന്നും നമ്മൾ ഉണ്ടാക്കിയതല്ല, ഒരു പാട്ടാണ് അത്. എന്തൊക്കെ പറഞ്ഞാലും ഷാജിദത്ത എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ്. തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യരില്ലല്ലോ, എല്ലാരും തെറ്റുകൾ ചെയ്യുന്ന ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ എന്തായാലും പാട്ട് ഇഷ്ടപ്പെട്ടവർ കമന്റ് ചെയ്യണേ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.